ഈ തെയ്യം വരച്ച ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് കുറെ കമന്റ്സ് വന്നിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഐതിഹ്യമുണ്ട്, ഒരു തെയ്യത്തിനെ അടിതൊട്ട് മുടി വരെ വരയ്ക്കുകയാണെങ്കിൽ ആള് ജീവിക്കില്ല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു മിത്ത് ഉണ്ട്. മോഹൻലാലും അച്ഛനും എക്സാക്ട്ലി എവിടെയോ ഒരിക്കൽ ഒരു ഷേപ്പ് മുഖസാദൃശ്യമുണ്ട്. ആളൊരു സിനിമ ഫീൽഡിൽ കയറുന്ന ഒപ്പം ആയി വന്നൊരു വ്യക്തി ആയാനെ ആ ജീപ്പിലുണ്ടായത് മോഹൻലാലായിരുന്നു. അങ്ങോട്ട് പ്രാങ്കാക്കാൻ നിന്നത് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. ജയറാമിന് തോന്നിയിട്ടുണ്ട്, ആള് മീശ താടി പഠിച്ച നസീറിന് തോന്നിയിട്ടുണ്ട്, ആള് മുടി മുകളിലേക്ക് വെച്ച യേശുദാസിനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരും സാമ്യം തോന്നാറുണ്ട്. മോഹൻലാലിന്റെ ഡ്യൂപ്പ് എന്നുള്ള രീതിക്ക് അറിയപ്പെടാണ്ട് സ്വന്തം ഐഡന്റിറ്റിയിൽ ജീവിക്കും. മോഹൻലാലിന്റെ അപരൻ അന്തരിച്ചു എന്നുള്ള രീതിക്കാണ് സോഷ്യൽ മീഡിയ എടുക്കുന്നത്. അച്ഛന്റെ ഒറിജിനൽ പേരാണ് കാർത്തികൻ തന്നെ. ഇതൊക്കെ ബിനാലയിലെ വെച്ച പെയിന്റിങ്സാ, കൊച്ചി ബിനാലല്ലേ അവിടെ വെച്ച പെയിന്റിങ്സ് ആണ്. അച്ഛന് പടം വരെയും അമ്മയുടെ പാട്ട് നല്ല കോമ്പിനേഷൻ രണ്ടുപേരും. നമസ്കാരം, വോയിസ് ഓഫ് കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ലാലേട്ടൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സഞ്ജു കാർത്തികൻ. ഞാനൊരു ഫ്രീലാൻസ് ആർട്ടിസ്റ്റാണ്, അതിൻ്റെ കൂടെ ഒരു ഇൻഫ്ലുവൻസർ കൂടെയാണ്. ലൈവ് ആൾക്കാരെ വരച്ചു കൊടുത്ത് റിയാക്ഷൻ എടുക്കുന്ന വീഡിയോസാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യാറ്. അതിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ. ഇപ്പോൾ ചേട്ടൻ്റെ റീല് ഒരുപാട് വൈറലായിട്ടുണ്ട്, അച്ഛൻ്റെയും മോൻ്റെയും ഇത് എക്സാക്ട് ലാലേട്ടൻ എന്നുള്ളൊരിതിൽ. അപ്പം അതിനകത്ത് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ശരിക്കും ലാലേട്ടൻ്റെ ഡ്യൂപ്പാണ്, അച്ഛൻ പെർഫെക്റ്റ് ലാലേട്ടൻ, മോൻ ശരിക്കും വിൻറ്റേജ് ലാലേട്ടൻ എന്നുള്ള സംഭവത്തിൽ അതിനെങ്ങനെ കാണുന്നത്? അച്ഛൻ്റെ രൂപസാദൃശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മോഹൻലാലിൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു വ്യക്തിനെ ഒരിക്കലും മോഹൻലാലായിട്ട് ഇന്നേ വരെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് അച്ഛൻ്റെ ഒരു എങ്ങനെ നോക്കിയാലും എനിക്ക് അച്ഛനായിട്ട് കാണാൻ പറ്റുള്ളൂ. മീൻസ് ആൾക്കൊരു ഫേസ് എവിടെ ഒരു സിമിലാരിറ്റി ഉണ്ട്. മാത്രമല്ല ഞാനത് കോമൺലി ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ട് എനിക്കും തോന്നിയിരുന്നു, ഇതെങ്ങനെയാണ് അച്ഛന് ഈ ഇത്രയും മുഖച്ചായ കിട്ടിയേക്കുന്നത് എനിക്കും തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ പഴയ ഫോട്ടോസൊക്കെ തപ്പി നോക്കിയിട്ടാണ് എനിക്ക് നോക്കിയപ്പോൾ അച്ഛൻ്റെ അമ്മയും മോഹൻലാലിൻ്റെ അമ്മയും ഭയങ്കര സിമിലർ കാണാൻ, രണ്ടുപേരും കാണാൻ ഒരേപോലെ ഇരിക്കുന്നത്, വലിയ വ്യത്യാസമല്ല. എക്സാക്ട്ലി നമ്മുടെ അച്ഛമ്മയ്ക്ക് അച്ഛൻ്റെ ആ മീശ വെച്ചാൽ കറക്റ്റ് അച്ഛൻ തന്നെയാണ്, അത്രയും സിമിലറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കിയപ്പോൾ മോഹൻലാലും അച്ഛനും എക്സാക്ട്ലി എവിടെയോ ഒരിക്കൽ ഒരു ഷേപ്പ് മുഖസാദൃശ്യമുണ്ട്. ഒരുപാട് കമൻസിലും സെയിം പറയുന്നുണ്ട്, പ്രണവ് മോഹൻലിനേക്കാളും ഏറ്റവും നല്ലത് ശരിക്കും ഡ്യൂപ്പായിട്ടൊക്കെ അഭിനയിക്കാൻ സഞ്ജു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുക ശരിക്കും? സത്യാവസ്ഥ പറയുമ്പോൾ എനിക്ക് ഇന്നേ വരെയായിട്ട് എനിക്ക് മോഹൻലാലോ അങ്ങനെ ഒരു പ്രണവ് മോഹൻലാലോ എനിക്ക് ഇന്നേ വരെ എൻ്റെ ഫേസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ അച്ഛനെ പോലെ ഇരിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്, നമുക്കൊരു ബോധ്യമുണ്ട്. നമ്മൾ അച്ഛൻ്റെ ഈ ഒരു പ്രായത്തിൽ അച്ഛൻ്റെ അതേ രൂപസാദൃശ്യമാണ് എനിക്കുള്ളത്. അപ്പോൾ അതുപോലത്തെ കമൻസ് വരുമ്പോൾ ഞാൻ വണ്ടറാവാറുണ്ട്. കാരണം എനിക്കറിയില്ല ഇതെന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയണത്. കാരണം എനിക്കും തോന്നിയിട്ടില്ല, എൻ്റെ ഫാമിലിക്ക് ആർക്കും തോന്നാത്തൊരു കാര്യമാണ് സംഭവം. പക്ഷെ നമ്മൾ അച്ഛനെ പോലെ ഇരിക്കുകയാണ്, അച്ഛനറിയണ ആൾക്കാർ ഞാൻ അച്ഛനെ പോലെ ഇരിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ജസ്റ്റ് ആ റിയാലിറ്റി ആണത്. അച്ഛന് ശരിക്കും എന്താ പറ്റിയേ? അച്ഛന് അറ്റാക്കായിരുന്നു. ഞങ്ങളിവിടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് ഞങ്ങൾ, അമ്മയും ഞാനും അച്ഛൻ്റെ പെങ്ങളും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ അച്ഛന് കുഴഞ്ഞു വീണു. അപ്പോൾ നമുക്കറിയില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അത് അറ്റാക്ക് ആയിരുന്നു ആൾക്ക്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഡെത്തായിരുന്നു അച്ഛൻ്റെ. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആൾക്കാർക്ക് അറിയില്ല, അച്ഛൻ മരിച്ച കാര്യം അറിയില്ല. ബിക്കോസ് ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിൻ്റെ അപരൻ അന്തരിച്ചു എന്നുള്ള രീതിക്കാണ് സോഷ്യൽ മീഡിയ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ന്യൂസ് ചാനൽസ്, നമ്മുടെ പത്രങ്ങൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരാഴ്ച 1 വീക്കോളം നമ്മുടെ ന്യൂസിലും പിന്നെ പത്രങ്ങളിലും ഉണ്ടായ ന്യൂസ് എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് കാർത്തികേയൻ അന്തരിച്ചു എന്ന് പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ചിത്രകല പിന്നെ ചിത്രകാരൻ എന്ന രീതിക്കാണ് ന്യൂസ് കംപ്ലീറ്റ്ലി എൻറ്റയർലി വന്നത്. അല്ലാണ്ട് മോഹൻലാലിൻ്റെ അപരൻ എന്ന രീതിക്കല്ല വന്നതും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അച്ഛന് സിനിമയിലൊക്കെ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അച്ഛന് സിനിമയിൽ അവസരം ഇഷ്ടം പോലെ അവസരം വന്നിട്ടുണ്ട്. മീൻസ് എൻ്റെ എന്നെക്കാളും കുറച്ച് പ്രായം കൂടുതലുള്ള സമയത്ത് പുള്ളിക്ക് ആ ഒരു പ്രായത്തിലും വന്നിരുന്നു, അതിന് ശേഷം വന്നിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 60-ാം വയസ്സിലും ആൾക്ക് അവസരം ഇഷ്ടം പോലെ വന്നിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആളുടെ ബേസിക്
ടാലൻറ്റ് പടം വരെയാണ്. പടം വര കാരണമാണ് ആള് അറിയപ്പെടുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ നമ്മൾ എല്ലാവരും അറിയുന്നത്, സോഷ്യൽ മീഡിയ ത്രൂ അറിയുന്നത് മോഹൻലാലിൻ്റെ അപരൻ എന്ന് പറഞ്ഞാൽ അറിയുന്നത്. പക്ഷെ ആളുടെ പേഴ്സണലി അറിയുന്നതും എല്ലാം കൊണ്ട് ആള് ആർട്ടിസ്റ്റാണ്, ആർട്ടിസ്റ്റ് ലൈഫാണ് ആൾ നയിച്ചിരിക്കുന്നത്. സിനിമയിലൊക്കെ എപ്പോഴെങ്കിലും അച്ഛൻ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ ആള് ലോഹിദാസ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ മെയിൻ ബെസ്റ്റ് ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ലോഹിദാസ് സിനിമയിൽ വന്നതിന് മുന്നുള്ള കാലത്ത് ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആളുടെ, ഒരു 5 വർഷത്തോളം. ലോഹിദാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി സിനിമയ്ക്ക് വന്നതിന് മുന്നേ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു വ്യക്തി പോലെയായിരുന്നു. പക്ഷെ ആളുടെ ബെസ്റ്റ് കമ്പാനിയൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനായിരുന്നു. ബിക്കോസ് രണ്ടുപേരും ആർട്ടിസ്റ്റാണ്, രണ്ട് തരത്തിലുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ രണ്ടുപേർക്ക് ഇപ്പോൾ ലോഹിദാസിൻ്റെ പല സിനിമകളിലും കഥ മീൻസ് സിനിമ ആക്കണേലും മുന്നുള്ള സ്ക്രിപ്റ്റ് കാര്യങ്ങളും നമ്മുടെ അച്ഛനോടൊക്കെ സംസാരിച്ചിട്ടാണ് ഒരുമിച്ചൊരു ഡിസിഷൻ കാര്യങ്ങൾ എടുക്കാറ്. അപ്പോൾ ലോഹിദാസ് പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ അച്ഛനായിരിക്കും സിനിമ കയറുന്നത്, അതിന് ശേഷമായിരിക്കും അതിൻ്റെ പുറമേയായിരിക്കും ലോഹിദാസ് കയറുന്നത്. അപ്പോൾ ഇവരാരാ കയറണം എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. കാരണം അച്ഛന് പണ്ട് ബാല എന്ന് പറഞ്ഞ മീൻസ് ഇപ്പോഴത്തെ ഡ്രാമ അന്ന് ബാലയിലേക്ക് അഭിനയിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം പോലും മീൻസ് ആളുടെ ഗ്ലാമർ മൂലമാണ് ആള് സിനിമയിലേക്ക് ഇങ്ങനെ അവസരം വരുന്നതും ഈ ബാലയിലേക്ക് ആള് ഓരോ ട്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്തിരുന്നത് നടനായിട്ട്. സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരു സാർക്കി എന്ന് പറഞ്ഞൊരു പഴയൊരു മൂവിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. അതിൽ മോഹൻലാലിൻ്റെ ഒരു രൂപസാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്തോ ആണ് അഭിനയിച്ച ആള് സിനിമയിൽ എടുത്തതും ആള് സിനിമയിൽ അഭിനയിച്ചതും. പക്ഷേ ആ കളർ പടം വന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവർ മീൻസ് ആ സിനിമ റിലീസായില്ല. അല്ലെങ്കിൽ ആ റിലീസായെങ്കിൽ ഒരു പക്ഷേ ആളൊരു സിനിമ ഫീൽഡിൽ കയറുന്നൊരു ഒപ്പം ആയി വന്നൊരു വ്യക്തി ആയാനെ. ഡ്യൂപ്പ് എന്നുള്ള രീതിയിലല്ലാതെ അച്ഛൻ കഴിവ് കൊണ്ടും അഭിനയിക്കാൻ അച്ഛൻ മിടുക്കനായിരുന്നു അന്നത്തെ കാലത്തും. ഓഫ് കോഴ്സ് പേഴ്സണലി എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ആളുടെ ഒരു ഫേസ് ഷേപ്പ് മോഹൻലാലിൻ്റെ ഒരു ഫേസ് ഷേപ്പ് ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ആൾക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു കമൻറ്റ് മാത്രമല്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ മോഹൻലാലാണെങ്കിലും എനിക്ക് തോന്നിയിരിക്കുന്നത് ജയറാമിന് തോന്നിയിട്ടുണ്ട്, ആള് മീശയും താടി പഠിച്ച നസീറിന് തോന്നിയിട്ടുണ്ട്, ആള് മുടി മുകളിലേക്ക് വെച്ചാൽ യേശുദാസിനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരും സാമ്യം തോന്നാറുണ്ട്. അങ്ങനെ കുറേ. പക്ഷേ മോഹൻലാലായിട്ടാണ് ആൾക്ക് അവസരങ്ങൾ വന്നെത്തിക്കുന്നത്. സഞ്ജുവിന് സിനിമയിലെ അവസരങ്ങൾ ലഭിച്ചാൽ ആരുടെ കൂടെ അഭിനയിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏത് നടൻ്റെ കൂടെ ആയിരിക്കും? എനിക്ക് സിനിമയിലൊരു അവസരം കിട്ടിയാൽ ഇന്ന നടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കണം എന്നില്ല. എനിക്ക് ആരാണെങ്കിലും ഐ എം ഹാപ്പി ടു ആക്ട്. മോഹൻലാലിൻ്റെ ഒരു ചെറുപ്പകാലം അഭിനയിക്കാൻ കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഞാൻ ചൂസ് ചെയ്യും ഇപ്പം കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ലെങ്കിലും ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്ന് നമ്മൾ വിളിച്ചാൽ അത്ര ഹാപ്പി ആയിട്ട് ഞാൻ ചൂസ് ചെയ്തത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനപ്പ ഡെഫിനറ്റ്ലി മോഹൻലാൽ. എപ്പോഴെങ്കിലും ലാലേട്ടനെ നേരിൽ കാണാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇന്നേ വരെ ഞാൻ ഓൾറെഡി ഞാൻ 2 സിനിമയിലുള്ള സ്ഥിതിക്ക് എനിക്ക് ഞാൻ കുറച്ച് നടന്മാരെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ എനിക്ക് മോഹൻലാലിനെ കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ കണ്ടിട്ടുണ്ടോ ലാലേട്ടനെ? അച്ഛൻ പണ്ടൊരു പ്രാങ്കായിട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഏതോ ഒരു പട്ടാളത്തിൻ്റെ റോളുള്ള സിനിമയിൽ അഭിനയിക്കണ ഈ അതിരപ്പള്ളി എന്തായിരുന്നു എൻ്റെ ചെറിയ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അന്നൊരു കാലത്ത് അച്ഛൻ മോഹൻലാലിനെ പ്രാങ്ക് പോലെ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു ജീപ്പ് അവിടെ നിന്നൊരു വളവിൽ ജീപ്പ് വരുന്ന സമയത്ത് അച്ഛനും അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും ഒരു മലയുടെ മുകളിൽ എന്തോ ഇരിക്കായിരുന്നു, ഒരു കരിങ്കുമ്പോൾ അവരിയ്ക്കായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇത്രയും രൂപസാദൃശ്യമുള്ള സ്ഥിതിക്ക് കൂട്ടുകാരൻ്റെ ഒരു അന്നത്തെ ഒരു തമാശ പോലെ കൂട്ടുകാരനും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മോഹൻലാലിനെ പോലെ ഒന്ന് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു വളവിൽ വന്നപ്പോൾ മീൻസ് ആ വണ്ടിക്കാരെ പ്രാങ്ക് ആക്കാൻ വേണ്ടിയായിരുന്നു അത്. കാരണം എല്ലാവർക്കും അറിയാവുന്ന ആ നാട്ടിൽ ആ ഒരു ലൊക്കേഷനിൽ മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന കാര്യം. അപ്പം ഇങ്ങനെ മോഹൻലാൽ അവിടെ നിന്നിരിക്കുന്ന ആരും പ്രതീക്ഷിക്കണില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നോക്കിയപ്പോൾ പ്രാങ്ക് ആക്കാൻ നിന്ന ആ സിറ്റുവേഷനിൽ നോക്കിയപ്പോൾ ആ ജീപ്പിലുണ്ടായത് മോഹൻലാലായിരുന്നു. നമ്മൾ മീൻസ് അച്ഛനും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല, കൂട്ടാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അങ്ങോട്ട് പ്രാങ്ക് ആക്കാൻ നിന്നത് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ധാരാളം ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ധാരാളം കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് പോസിറ്റീവാണ് പറയുന്നത് അച്ഛനും മോനും മോഹൻലാലിന്റെ പോലെ തന്നെ. ഇപ്പൊ സഞ്ജുവിന്റെ റീലായ പോലും പല പല നടന്മാരെ പറയുന്നത്, പ്രഭാസിനെ പോലെ തോന്നുന്നു, പിന്നെ ഓരോ തെലുങ്ക് നടന്മാരെ പോലെ തോന്നുന്നു. അങ്ങനെയൊക്കെ ശരിക്കും തോന്നിയിട്ടുണ്ടോ? പല പല നടന്മാരെ കട്ടുകളൊക്കെ ഉള്ള പോലെ സിമിലാരിറ്റി, ഫേസ് സിമിലാരിറ്റി എനിക്ക് ആരും തോന്നിയിട്ടില്ല. ബട്ട് ഹെയർ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ബാഹുബലിയുടെ മീൻസ് പ്രഭാസിൻ്റെ അവിടെ എവിടെയോ ഒരു ഹെയറിൽ സാമ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നടന്മാരിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മോഹൻലാലിൻ്റെ പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പം ഞാൻ മീൻസ് ആൾക്കാരിങ്ങനെ പറയുന്നു
അപ്പം ഞാൻ കണ്ണാടി ഞാൻ തന്നെ അഡ്മയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ആൾക്കാർക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നുള്ള എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നുള്ള ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് അതിനൊരു ആൻസറാണ് നമ്മുടെ അച്ഛൻ്റെ രൂപം. ആർട്ടിസ്റ്റുകളെയൊക്കെ പടം വരച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടോ സിനിമയിൽ അഭിനയിക്കുന്നത്? ഞാൻ ഇന്നേ വരെ അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല. ബിക്കോസ് ഞാൻ ബേസിക്കലി ആർട്ടിസ്റ്റാണ്, ലൈവ് ആർട്ടിസ്റ്റാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഈ പാവപ്പെട്ട ആൾക്കാർ, മീൻസ് ഒരു ഗതി ഇല്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മീൻസ് ആർട്ടിസ്റ്റ് കൊടുത്താൽ ഒരു ജസ്റ്റ് ഫാൻ ബേസ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ, അവർക്ക് അങ്ങനെ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ ഈ കൊടുക്കണ ഓരോ എൻ്റെ ആർട്ട് വർക്ക് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്കത് വലിയ സംഭവമാണ്. മീൻസ് അവരുടെ ആ ഒരു ഹാപ്പി മൊമെൻ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നവരങ്ങനെ എനിക്കൊരു സെലിബ്രിറ്റീനെ വരച്ചിട്ടില്ല, നാളെ വരയ്ക്കുമെന്നും അറിയില്ല. ഈ വരച്ചു കൊടുത്തതിൽ ഏറ്റവും മനസ്സിന് മെമ്മറബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഏതായിരുന്നു? മീൻസ് ഓൾമോസ്റ്റ് എല്ലാം ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. എന്നിരുന്നാലും എനിക്കിപ്പോൾ ഒരു ഇൻസിഡൻറ്റ്, നമ്മുടെ തൃശ്ശൂർ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പോലീസുകാരനായിരുന്നു, ഒരു ട്രാഫിക് പോലീസുകാരനായിരുന്നു വരച്ചിരുന്നത്. ആ ട്രാഫിക് പോലീസുകാരനെ ആൾ കാണുമ്പോൾ ഭയങ്കര പൗരുഷമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വരച്ചു കൊടുത്താൽ എങ്ങനെ ആൾ റിയാക്ട് ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്കൊരു ധാരണ ഉണ്ടായില്ല. എന്നിരുന്നാലും അപ്പോഴത്തെ ഒരു വിൽ പവർ വെച്ച് പുള്ളിക്കാരനെ വരയ്ക്കുകയും ചെയ്തു. പുള്ളിക്കാരനെ പിന്നെ അത് ഞാൻ മിസ് ചെയ്തു. പിന്നെ അതൊരു ഒരു പീസ് ഓഫ് ആർട്ട് മാത്രമായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ ആളെ കുറെ കണ്ടെത്തിയിട്ടാണ് ഞാൻ പുള്ളീനെ കണ്ടുപിടിച്ചതും. അപ്പോൾ അപ്പോഴെനിക്കറിയില്ല അതെങ്ങനെ ആൾ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഒരു ധാരണയില്ല. അങ്ങനെ ഞാൻ പോയിന്റ് എല്ലാ കോൺഫിഡൻസ് വെച്ച് നമ്മൾ പോയി ആൾക്ക് കൊടുത്തു. എന്നാണ് ഞാൻ മനസ്സിലായത് ആ ഒരു വ്യക്തിക്ക് ആളുടെ ഒരു ഇന്നർ ചൈൽഡായിരുന്നു എനിക്ക് കാണാൻ പറ്റിയത്. അത്രയും കട്ടി മുകളിലുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം നമ്മളെല്ലാവരും പോലീസുകാരും കാണുന്നത് അത്രയും റെസ്പെക്ട്ഫുള്ളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാത്രമല്ല ആ ഹാപ്പിനെസ് നമ്മളത് വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ, അത് പോസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നത്. ഒരു 25 മില്യൺ എന്തോ അടിച്ചിരുന്നു ആ വീഡിയോ. അതിൽ തന്നെ വിഷമം കൊടുക്കേണ്ടില്ലായിരുന്നു എന്ന് തോന്നിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇതേപോലെ പടം വരച്ച് ലൈവായിട്ട് കൊടുക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കൊരു നെഗറ്റീവ് അടിച്ചിരുന്നു. നമ്മുടെ ചാലക്കുടിയിൽ തന്നെ ഒരാളെ ഞാൻ വരച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പുള്ളിക്കാരനോട് സംസാരിച്ച ആളുടെ ഒരു കയ്യിൽ നിന്ന് ഒരു ചായ മേടിച്ച് കുടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളി നല്ലൊരു പാവം വ്യക്തിയായിട്ട് തോന്നി. അപ്പം ഞാൻ അതിൻ്റെ സ്ഥിതിക്ക് ഞാൻ പുള്ളിയുടെ പടം വരച്ചു. ഞാൻ വരച്ചതിൽ വെച്ച ഏറ്റവും നല്ലൊരു എൻ്റെ ഒരു പീസ് ഓഫ് ആർട്ടായിരുന്നു അത്. ഞാൻ ആൾക്കത് പ്രസൻറ്റ് ചെയ്തു. ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ആളുടെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് കാരണം, ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് കാരണം പുള്ളിക്കാരന് ആൾക്കെന്തോ ഇതായി. അപ്പോൾ നമുക്കതൊരു ഇത്ര നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്തു. ആൾക്ക് പക്ഷേ ഇഷ്ടമായി, വർക്കെല്ലാം ഇഷ്ടമായി. പിന്നെ ആ വർക്ക് ചുരുട്ടിയായിരുന്നു. അപ്പം എല്ലാം കണ്ടുന്ന ആൾക്കാർ എന്തോ പണി കാട്ടണമെന്ന് ആളോട് ചോദിച്ചിരുന്നു. അപ്പം നമ്മുടെ ഒരു വർക്കിന് ആൾക്കൊരു വില കാണാൻ പറ്റാത്തൊരു സംഭവമായിട്ട് എനിക്ക് അതിലൊരു വിഷമകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം എല്ലാവരും നമ്മൾ കാണുന്ന പോലെ എല്ലാ ആർട്ടിനെ കാണുന്നത്. അത് നമ്മൾ മനസ്സിലാവും നമുക്ക് എന്തായാലും. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അച്ഛനും മോനും കൊളാബ് ചെയ്തിട്ടൊക്കെ ഒരുപാട് റീലൊക്കെ ഇടുന്നുണ്ടല്ലോ. അതിൽ തന്നെ ശരിക്കും ലുക്ക് വൈസ് ശരിക്കും മോഹൻലാൽ എന്നുള്ള രീതിക്ക് തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് നെഗറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ മോഹൻലാലിന്റെ ഡ്യൂപ്പ് എന്നുള്ള രീതിക്ക് അറിയപ്പെടാണ്ട് സ്വന്തം ഐഡന്റിറ്റിയിൽ ജീവിക്കൂ എന്നൊക്കെ രീതിക്ക് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നെവർ മൈൻഡാണ് എൻ്റെ. മാത്രമല്ല ആൾക്കാർ അച്ഛനെ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആൾക്കാർ കാണുന്നത് അച്ഛനെ. എന്താണ് ഏതാണ് ആർക്കും ഒന്നും അറിയില്ല. ആളറിയാവുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആളുടെ ടാലൻറ്റ് ഇതാണ്, ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്ന് എല്ലാവർക്കും അറിയുന്നത്, അറിയാവുന്ന ആൾക്കാർ. പക്ഷേ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ അച്ഛനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. കാരണം ഞാൻ പല സിനിമാ നടന്മാരെ കണ്ടിട്ട് പോലും ഞാൻ അത്രയും നോക്കിയിരുന്നൊരു ആളാണ് അച്ഛൻ. അത്രയും സൗന്ദര്യമാണ് ആൾക്ക് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് എൻ്റെ താല്പര്യം കൊണ്ട്, പേഴ്സണൽ താല്പര്യം കൊണ്ടാണ് ഞാൻ ആളെ കൊണ്ട് വീഡിയോ എടുക്കാൻ പോകുന്നതും ആളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് പിന്നെ ആർട്ടിസ്റ്റാണ്, ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി ഒരിക്കലും വേറെ രീതിക്ക് പോവില്ല എന്ന് പറയാം. മാത്രമല്ല ആൾക്ക് കുറേ നല്ല അവസരങ്ങൾ പണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം നമുക്ക് ചിന്തിക്കാം
ഈ ഒരു 60-ാം വയസ്സിൽ ആയിരുന്നു ആള് ഹിറ്റായത്. എന്തുകൊണ്ടാണ് ആള് പണ്ട് ഹിറ്റ് ആവേണ്ടതെന്ന് സ്വാഭാവികം നമുക്ക് ചിന്തിക്കാം. ബിക്കോസ് ആൾക്കാരിന് താല്പര്യം ഉണ്ടായില്ല മോഹൻലാലായിട്ട് അറിയപ്പെടണമെന്നും ആൾക്ക് ഇന്നേ വരെ താല്പര്യം ഉണ്ടായിട്ടില്ല. മുമ്പൊക്കെ അച്ഛനായിരുന്നു അപ്പൊ അക്കൗണ്ട് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്, റീലും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സഞ്ജു തന്നെയായിരുന്നു? എല്ലാം ഞാൻ തന്നെയായിരുന്നു. അച്ഛന് താല്പര്യമില്ല അങ്ങനെ? അല്ലല്ല, എല്ലാം ഞാൻ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനോട് മീൻസ് നല്ല മൈൻഡ് ആയതുകൊണ്ട് ഞാൻ ആളോട് പറയാം, അച്ഛാ ഇങ്ങനെ ഒരു മേഖല ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമുക്കത്. അത് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ചെയ്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആൾക്കും ആ ഒരു മൈൻഡ് സെറ്റ് മീൻസ് സിമിലർ മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരന് ഓക്കെ ആയിരുന്നെല്ലാം, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ആൾ വില്ലിങ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബേസിക് പ്ലാൻ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പെട്ടെന്ന് ക്ലിക്കാവാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും, പക്ഷേ ഇത്രയും കഴിവുള്ള ആൾ ഒരിക്കലും പെട്ടെന്ന് ക്ലിക്കാവില്ല. അപ്പം എനിക്കൊരു ഫസ്റ്റിലെ എനിക്കൊരു ഓപ്ഷൻ ആയിരുന്നു, ഫേസ് കാരണം അച്ഛന് പെട്ടെന്ന് ക്ലിക്കാവും. അപ്പോൾ ഫസ്റ്റ്ലി ആ ഫേസ് കാരണം ക്ലിക്കായിട്ട് ആൾക്കാരുടെ ജനങ്ങളുടെ ഉള്ളിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് ഡൈവേർട്ട് ചെയ്തിട്ട് ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് എത്തിക്കാൻ ഉള്ളതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് സാധിച്ചില്ല. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ചിത്രകാരൻ എന്ന രീതിക്ക് അറിയപ്പെടണം. അതായിരുന്നു ആളുടെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം അതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് ആർട്ടിസ്റ്റ് എന്ന രീതിക്കാണ് അറിയുന്നത്. നമ്മുടെ ഓൾ കേരള അല്ലെങ്കിൽ ഇന്റർനാഷണൽ പരമായിട്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. പക്ഷെ എൻ്റെ ഈ ഒരു ഏജ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും അറിയുന്നത് മോഹൻലാലിൻ്റെ അപരൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അപ്പൊ ശരിക്കും അച്ഛൻ ചിത്രകാരനല്ലാതെ തന്നെ അച്ഛൻ എന്തെങ്കിലും ജോബൊക്കെ ചെയ്തിട്ടുണ്ടോ? അച്ഛൻ മാഷായിരുന്നു, സ്കൂളിൽ അധ്യാപകനായിരുന്നു, ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്ത അധ്യാപകനായിരുന്നു. ഇപ്പൊ സച്ചുവിന്റെ ഈ ഒരു ഇത് കണ്ടിട്ട് അച്ഛന് എന്താക്കാനായിരുന്നു ആഗ്രഹം? സച്ചുവിന് സിനിമാ നടനാക്കാനായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ വലിയൊരു ചിത്രകാരൻ അച്ഛനെ പോലെ തന്നെ അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? അച്ഛന് സാധിക്കാണ്ട് പോയ കാര്യങ്ങൾ നമ്മളെ മകനെ കൊണ്ട് സാധിക്കണ കാര്യം ആൾക്കാർ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. മാത്രമല്ല ഞാനിപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോഴും ആൾക്ക് ഹാപ്പി ആയിരുന്നു. കാരണം ഇന്നേ വരെ ഞാൻ അച്ഛനെ ഒരു തരത്തിലും സങ്കടം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അച്ഛനും ബെനിഫിറ്റ് ആയിട്ടെല്ലാം നമ്മളെ ഒരു റേഞ്ചിലേക്ക് എത്താനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പടം വരെയാണെങ്കിലും നമ്മളിപ്പോൾ സിനിമയിൽ പോകുന്നതും പിന്നെ ഒരു സീരിയലിൽ പോയതും ഒക്കെ പുള്ളിക്കാരന് സന്തോഷം മാത്രം നൽകിയിട്ടുള്ളൂ. കാരണം പുള്ളിക്ക് ഈ ഒരു പ്രായത്തിൽ പറ്റാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നതുകൊണ്ട് ആൾക്ക് സന്തോഷമാണ്. സഞ്ജു കൂടാതെ എനിക്കൊരു ബ്രദർ ഉണ്ട്, ശംഭു കാർത്തിക എന്ന പേര്. പുള്ളി ഇപ്പോൾ UAE വർക്ക് ചെയ്യുക, ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു ഇതുപോലെ പുള്ളിക്കാരന് ഞാനും ഏതാണ്ട് നല്ല സിമിലർ കാണാൻ, രണ്ടുപേരും ഒരേപോലെ തന്നെ ഏതാണ്ട് കാണാതിരിക്കും. റീലൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, പുള്ളിക്കാരന് എൻ്റെ ഒരു ഡിഫറെന്റ് മൈൻഡ് സെറ്റാ. മീൻസ് പുള്ളിക്കാരന് വേറെ ഒരു മൈൻഡ് സെറ്റ്, എങ്ങനെ റീൽ എടുക്കണമെന്നോ. പുള്ളിക്കാരൻ നല്ല പാട്ടുകാരനാ. അപ്പൊ പുള്ളിക്കാരന് അങ്ങനത്തെ പരമായിട്ട് കാര്യങ്ങളാണ്. പടം വരയ്ക്കും പുള്ളി നമ്മളെ പോലെ തന്നെ. റീലൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ മോഹൻലാൽ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു റീലിന് വേണ്ടിയിട്ട്? ആളുടെ ഏറ്റവും കൂടുതൽ എല്ലാ പ്രേക്ഷകരും കണ്ട വൈറലായ വീഡിയോ അത് ആള് അറിഞ്ഞുകൊണ്ടെടുത്ത വീഡിയോ അല്ല. ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത് എങ്ങനെയാണോന്ന് വെച്ചാൽ വീട്ടിലെപ്പോഴും ഒരു ദേഷ്യം, ആൾ നല്ല മനുഷ്യനാണെങ്കിലും പാവാണെങ്കിലും ആളുടെ ഫേസ് എപ്പോഴും അങ്ങനെയാണ്. ജനിച്ചപ്പോഴേ ആളുടെ ഫേസ് അത്രയും സംസാരം കുറവായതുകൊണ്ട് ഭയങ്കര കലിപ്പൻ ഫേസ് ആണ് ആളുടെ. മാത്രമല്ല ആ വീഡിയോ ആളെടുത്ത് അറിഞ്ഞിട്ടില്ല, വീഡിയോ എടുത്ത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആളുടെ ഫേസ് എങ്ങനെയാണോ, ആളുടെ സ്വഭാവത്തെ ഫേസാണ് ആ വീഡിയോയിൽ കറക്റ്റ് എനിക്ക് പകർത്താൻ പറ്റിയത്. പിന്നെയാണ് ആൾക്കാർ പറയുന്നത് മോഹൻലാലായിട്ട് ഫേസ് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ അപ്പം ആലോചിച്ചത് ഇത്രയും സാമ്യം ഉണ്ടോന്ന്. പിന്നെ ആ വീഡിയോ എടുത്ത സമയത്ത് അതിരപ്പള്ളിയിൽ വെച്ചെടുത്ത എടുത്ത വീഡിയോ ആൾക്കാർ വണ്ടിയൊക്കെ ചവിട്ടി നിർത്തി നോക്കണ്ടായിരുന്നു. എനിക്കാകെ വണ്ടറടിച്ചു, കാരണം എന്താണെന്നറിയില്ല. പക്ഷെ അച്ഛൻ ടഫായിട്ട് നിന്നു. നമുക്ക് അച്ഛൻ വരച്ച പടങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമോ? നമുക്ക് കാണാമല്ലോ, മുകളിലുണ്ടല്ലോ.
പടം അച്ഛൻ വരച്ചതാണോ? ഇത് റീസെൻ്റ്ലി അച്ഛൻ വരച്ചൊരു പെയിൻറ്റിംഗ് ആണിത്. പക്ഷേ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു എത്രയോ മില്യൺ അടിച്ചിരുന്നു വീഡിയോ, നല്ല വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അതിൽ കുറേ കമൻസ് വന്നിരുന്നതെന്ന് വെച്ചാൽ ഈ തെയ്യം വരച്ച ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് കുറേ കമൻസ് വന്നിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഐതിഹ്യമുണ്ട്, ഒരു തെയ്യത്തിനെ അടിതൊട്ട് മുടി വരെ വരയ്ക്കുകയാണെങ്കിൽ ആള് ജീവിക്കില്ല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു മിത്ത് ഉണ്ട്. അപ്പോൾ കുറേ അങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആളിപ്പോൾ നിലവിലില്ല. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ വിശ്വസിക്കണില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് വരച്ചിട്ട് അപ്പൊ എത്ര നാളായി? ഇത് 2022 വരച്ച 2 വർഷം. ഇത് വരച്ചതിന് ശേഷം 2 വർഷം ജീവിച്ചിരിപ്പുണ്ടായുള്ളൂ ആള്. ഇതാളുടെ അവസാനത്തെ ചിത്രമാണിത്. എന്ന് വെച്ചാൽ ആള് വരച്ച് കംപ്ലീറ്റ് ചെയ്തൊരു പെയിന്റിംഗ് ആണിത്. പൂർത്തിയാക്കാൻ പറ്റിയിട്ടുള്ള അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ആൾക്ക്. ഇത് ലാസ്റ്റ് വരച്ച ആളുടെ അവസാനം കയ്യൊപ്പുള്ള ഒരു പെയിൻറ്റിങ് ആണിത്. ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു പെയിൻറ്റിങ്ങിൽ അച്ഛനുണ്ട്. അച്ഛൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആദ്യം കുറേ നാൾ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഡീപ്പായിട്ട് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഇരിക്കുന്നത് അച്ഛനാണ്. പെട്ടെന്ന് അത് കാണില്ല, അത് ഔട്ടായിട്ടൊരു വരച്ചേക്കുന്നതാണ്. പക്ഷെ അത് അച്ഛനും 2-3 സുഹൃത്തായിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പിക്ചറിലൊക്കെ അച്ഛൻ എവിടെയെങ്കിലും കണ്ട ഒരു ഇതാണോ, എന്തെങ്കിലും കഥ പറയുന്ന പോലെ? കഥ പറയാൻ അതൊക്കെ നമ്മള് സജഷനാണ്, ആൾക്കാരെ കണ്ട് റിയാലിറ്റിയിൽ കണ്ടതാണ്. പിന്നെ കൂടുതലും ക്രിയേറ്റീവാണ് ആള് വരയ്ക്കാറുള്ളത്. ഇതൊക്കെ ക്രിയേറ്റീവ് വർക്ക്സ് ആണ് ഫുള്ളും ചെയ്തേക്കുന്നത്. അച്ഛന്റെ മനസ്സിൽ എവിടെയെങ്കിലും കണ്ട ഒരു പിക്ചർ. ഓരോ പടങ്ങൾക്കും ഓരോ ഓർമ്മയും മെമ്മറിയാണ്. കിച്ചൺ നമ്മുടെ കോൺസെപ്റ്റിലൊരു കിച്ചണായിരുന്നു അത്. ആ കോൺസെപ്റ്റിലെ കിച്ചണാ മാത്രല്ല അത് ആളുടെ ലൈഫ് എന്ന് പറയാം. അതായിരുന്നു ആളുടെ ലൈഫ്, എൻ്റെ ഒരു ലൈഫ്. ആ ഒരു ഇമേജാണ്, ആ ഒരു ചിത്രം പോലെയായിരുന്നു. പിന്നെ ഈ പടമൊക്കെ കുറേ പടം വരച്ച് ഇത് ഇങ്ങനെ ആയിരുന്നില്ലേ പടം. ഇത് വരച്ച് വന്നിട്ട് ലാസ്റ്റാണ് ഈ ഒരു ഫിഗറിലേക്ക് എത്തിയത്. ഇപ്പൊ ഒരുപാട് ബിഗിനിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്ത് മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? കൺസിസ്റ്റൻസി, വരച്ചുകൊണ്ടിരിക്കുക. കഴിവുണ്ടെങ്കിൽ ഡെവലപ്പ് മാക്സിമം ചെയ്യുക. ഡെയിലി വരയ്ക്കുക. അറ്റ് എ പോയിന്റ് നമ്മളൊരു നല്ല രീതിക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിക്ക് നമുക്ക് കഴിവ് ഡെവലപ്പ് ചെയ്യാം. എക്സൈലിൽ നമ്മൾ പടംവരയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും കൺസിസ്റ്റൻസി മാത്രം മതി. മീൻസ് പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. അച്ഛൻ ഇന്നും ഏത് തരത്തിലുള്ള ഉപദേശങ്ങളാണ് തന്നിരുന്നത്? എന്തായിരുന്നു അച്ഛൻ എപ്പോഴും പറഞ്ഞിരുന്നത്? അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, അച്ഛൻ ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് മോൻ ആർട്ടിസ്റ്റ് ആവണം എന്നൊന്നും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആളുടെ ലൈഫ് ഇൻസ്പിറേഷനാണ്. ലൈഫ് എനിക്ക് കണ്ടിട്ട് അതിൻ്റെ ഇൻസ്പിറേഷനാണ് എനിക്കും പടം വരയ്ക്കാൻ തോന്നിയത്. പിന്നെ നമുക്ക് അച്ഛന് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവുന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ പടം വരയ്ക്ക് വീണ്ടും നമ്മൾ പടം വര ചെയ്യുന്നത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് എപ്പോഴും ലൈഫിൽ ആൾ ഉപദേശം തരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യും. മീൻസ് ഇപ്പം അച്ഛനൊന്നിനും ഫോഴ്സ് ചെയ്യില്ല ലൈഫിൽ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ അത് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നും ഫോഴ്സ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്താ ഇഷ്ടം അത് ചെയ്തോ. അതാള് മീൻസ് നമ്മൾ വഴി പഠിച്ച പോലെ നമുക്കറിയാം. അതിന് നല്ല രീതിക്ക് എന്ത് ചെയ്താലും ആള് ഹാപ്പിയാവും. ഇതൊക്കെ ബിനാലയിൽ വെച്ച പെയിന്റിങ്സാണ്, കൊച്ചിൻ ബിനാലല്ലേ അവിടെ വെച്ച പെയിന്റിങ്സാണ്. എത്ര വർഷം മുന്നേ വരച്ചിട്ടുണ്ടോ? ഇത് 2022 വരച്ചേക്കുന്നതാ. ഇതൊക്കെ ലേറ്റസ്റ്റ് പെയിന്റിങ്സാണ്. പിന്നെ കുറേ പടങ്ങൾ അട്ടി ബാക്കിൽ വെച്ചേക്കുന്നത് കൂടുതലും. എന്ന് വെച്ചാൽ റോൾ ചെയ്ത് വെച്ചേക്കുന്ന പെയിന്റിങ്സ് കുറേ വർഷങ്ങൾ പഴക്കമുള്ള പെയിന്റിങ്സ് ആണ്. പിന്നെ ആളുടെ റയർ ആയിട്ടുള്ള കുറച്ച് പെയിന്റിങ്സിന്റെ മീൻസ് ബുക്കിൽ വരച്ച കുറച്ച് പെയിന്റിങ്സ് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോഴും സൂക്ഷിച്ചു വെച്ചു. അത്രയും വർഷങ്ങളുടെ പഴക്കമുള്ളതാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ. കാരണം ഇന്നലെ നാളെ ആള് ചിത്രകാരൻ എന്ന രീതിക്ക് അറിയപ്പെടും. നല്ല കോൺഫിഡൻസ് കാരണം. 3D എഫക്റ്റ് ഇതാണ് അച്ഛൻ്റെ സിഗ്നേച്ചർ. കാർത്തിക്. റിയൽ ആയിട്ട് അച്ഛന്റെ നെയിം കാർത്തികേയൻ. ഫാൻ ബേസ് അല്ലെങ്കിൽ ആ ഒരു ഇതില് വന്നതല്ല. അച്ഛന്റെ ഒറിജിനൽ പേരാണ് കാർത്തികൻ തന്നെ. പിന്നെ അച്ഛൻ ക്ലിക്കായ പിന്നെയാണ് ആൾക്കാർ എന്തുകൊണ്ട് പേര് ഇങ്ങനെ കാർത്തികൻ അച്ഛൻ തന്നെ ഇട്ടതാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ആളുടെ റിയാലിറ്റി ഉള്ള പേര് തന്നെയാണ് കാർത്തികൻ തന്നെ പേര്. ഈ പടം വരച്ച് തീർക്കാൻ അച്ഛൻ എത്ര സമയം എടുക്കും? ഡിപ്പെൻസാ ആള് ഡിപ്പെൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞങ്ങള് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ കൂടെ അമ്മ ഇരുന്നിട്ടാണ് വർക്കൗട്ട് ചെയ്തെടുക്കാറ്. അമ്മ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടറാ. ഏറ്റവും കൂടുതൽ മീൻസ് ഇവർ രണ്ടുപേരും ഡിസ്കസ് ഫുൾ ടൈം ഇവർ സ്റ്റുഡിയോയിൽ നിന്നിട്ടാണ് ഇവർ ഡിസ്കസ് ചെയ്ത് എടുക്കാറ്. അപ്പോൾ ഡിസ്കസ് ചെയ്ത് അവർ വരയ്ക്കാറ് പോലും. അമ്മയുടെ കോൺസെപ്റ്റ് കാര്യങ്ങൾ പറയും. അച്ഛൻ നല്ലതാണെങ്കിൽ അച്ഛൻ അക്സെപ്റ്റ് ചെയ്ത് അച്ഛൻ ഇങ്ങനത്തെ പെയിന്റിങ്സ് എല്ലാം പറഞ്ഞ അമ്മയുടെ ഒരു
കൈ സഹായം ഉണ്ട്. അമ്മേനൊന്നും കാണാൻ ഞാൻ അമ്മേ അമ്മയാണ് അച്ഛനെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് മുഴുവൻ വരയ്ക്കാൻ. അപ്പം അച്ഛൻ എത്ര നേരം എടുക്കും വരയ്ക്കാനായിട്ട്? ഒരു ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളും വരച്ച് തീർക്കുക എന്നുള്ളതല്ല, ഒരു പകുതി ആക്കുമ്പോഴത്തേക്ക് അടുത്ത ക്യാൻവാസ് എടുക്കും. അപ്പം അത് എത്ര 3, 4, 5, 6 മാസം എടുത്തിട്ടായിരിക്കും ഒരു പെയിന്റിങ്സ് പൂർണ്ണമായിട്ട് തീർക്കുന്നത്. അമ്മയും സജഷൻ പറയും ഇത് വരയ്ക്കുന്ന കാണുമ്പോൾ ഇന്ന തീം വരയ്ക്കൂ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യുന്നൊക്കെ. എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇത് ഞാനും ചേട്ടനും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതായത് ഈ ട്രഷറി ആരും കാണാതെ കിടക്കണ ഒരു ട്രഷറി, ഒരു ഗുഹയുടെ ഉള്ളിൽ അത്രയേ ഉള്ളൂ. ആരും കാണാതെ ഇങ്ങനെ കിടക്കണ ഒരു ഇത് ഞങ്ങളെ രണ്ടുപേരും കൂടി തീരുമാനിച്ചെടുത്തതാണ് ഈ ഒരു തീം തന്നെ. മനസ്സിൽ കണ്ട അതേ രൂപം തന്നെ അവരുടെ മക്കളുടെ സജഷൻ എല്ലാം ഉൾക്കൊള്ളും. ഞങ്ങൾ 4 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ്. ഒറ്റയ്ക്കല്ല വരയ്ക്കുന്നല്ലേ, എല്ലാവരും കൂടെ ഇരുന്നിട്ട്? അങ്ങനെയല്ല, ചേട്ടൻ വരയ്ക്കും, ഞങ്ങളുടെ സജഷൻ മാത്രമേ ഉള്ളൂ. അത് നല്ലതാണെങ്കിൽ പുള്ളി ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആള് തള്ളിക്കളയും, റിജക്ട് ചെയ്യും. ദേഷ്യമൊക്കെ വരും ഇപ്പൊ വരയ്ക്കുന്ന ഇടയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വിളിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരാറുണ്ടോ? അപ്പൊ ഞാൻ വിളിക്കില്ല ചേട്ടനോട്. എനിക്കറിയാം ചേട്ടനെ ശരിക്കും, ചേട്ടന് എന്താ ഇഷ്ടം എന്താ താല്പര്യം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം, ചേട്ടൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നും. അപ്പം ഞാൻ ഫുൾ സപ്പോർട്ടാണ് നമ്മൾ കൂടെ നിന്നിട്ട്. ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടാനൊരവസരം ഞാൻ ഉണ്ടാക്കില്ലാണ്, വെറുതെ പറയുന്നതല്ല. അത് ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങൾ 4 പേരും. പിന്നെ ആള് ബേസിക്കലി ഞാൻ പറയാനുള്ള ആള് ഭയങ്കര ടെമ്പറുള്ള മനുഷ്യനാണ്. അപ്പോ എപ്പോഴും അങ്ങനെയാണ് ഫേസ്. നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ നാട്ടിൽ ഒരു അച്ഛൻ അങ്ങനത്തെ ഒരു പേരാണ്. മീൻസ് അച്ഛൻ ആരെങ്കിലും അധികം ആരോട് സംസാരിക്കും ഭയങ്കര ദേഷ്യക്കാരനായിട്ട് എല്ലാരും കാണുന്ന അച്ഛനെ. ദേഷ്യക്കാരൻ തന്നെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റില്ല. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോയി വരുമ്പോ അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ മാത്രം ഇരുന്നിട്ടാണ് ഇത്രയും ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്? അല്ല, അവധി ദിവസങ്ങളിൽ ഇരിക്കും, പിന്നെ പഠിപ്പിക്കാൻ രാത്രിയിലൊക്കെ നൈറ്റൊക്കെ ഇരിക്കും. ഉറങ്ങുമൊന്നുമില്ല അപ്പൊ? ചില ദിവസമൊക്കെ ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കുന്ന ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുൾ ടൈം ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ്. ഇപ്പൊ ഞാൻ പോലും ആഗ്രഹിക്കുന്ന ഒരു കോൺസെപ്റ്റുള്ള 2 ആൾക്കാരാണ് അച്ഛനമ്മയും. ബിക്കോസ് ഒരാള് ഒരു റേഞ്ചിക്കുള്ള ഒരു ചിത്രകാരനാണെങ്കിൽ മറ്റൊരാൾക്ക് അമ്മ നല്ലൊരു പാട്ടുകാരിയാണ്. നല്ല പാട്ടുകാരി എന്ന് വെച്ചാൽ അച്ഛന് പടം വരെയും അമ്മയുടെ പാട്ട് വരും. നല്ല കോമ്പിനേഷൻ രണ്ടുപേരും. അമ്മ പാട്ടൊക്കെ പാടും അപ്പൊ ഏത് പാട്ടാ സ്ഥിരം എപ്പോഴും പാടാൻ ഇഷ്ടമുള്ള പാട്ട്? അച്ഛന് ഇഷ്ടമുള്ള പാട്ട് മറ്റേ എന്നോട് നമുക്കൊന്ന് പാടിത്തരാവോ പാട്ട്? പെരുമാറ്റം കേട്ടാൽ ഞാൻ പടിപ്പുരയോളം ചെയ്യും, കാൽത്തളകിലുങ്ങാതെ നടക്കും, ആ വിളിയും കേൾക്കാൻ കൊതിക്കും. പൊൻകിനാവിൽ ഞാൻ മാത്രമെന്തേ വന്നില്ല, എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. വഴി തെറ്റിപ്പോയി ഓർമ്മയില്ല. പാട്ട് പഠിച്ചിട്ടുണ്ടോ അപ്പൊ ശരിക്കും? അല്ലെങ്കിൽ തന്നെ പാടും? ഇൻബിൽഡ് ടാലന്റ് ആണ്. ഒരാൾ പടം വരെ, ഒരാൾ പാടും. ഇൻബിൽഡ് ടാലന്റ് കലാകാരന്മാരെ കലാകുടുംബം. ഇവനും പാടും അവനും പാടും, രണ്ടുപേരും വരയ്ക്കുകയും ചെയ്യും. അച്ഛൻ പാടാറുണ്ടോ? പാടാറുണ്ടായോ? അച്ഛന് കഴിവ് താണെങ്കിൽ ആൾക്ക് ഇൻട്രസ്റ്റ് പാട്ടിനോടാ. ആളുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇത്രയും ഞാൻ. പിന്നെ എന്ത് ടാലന്റ് ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര പ്രൊമോഷനാണ്. എനിക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തബല കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താന്ന് എന്റെ ടേസ്റ്റ് എന്താ എനിക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആളെല്ലാം സപ്പോർട്ടിങ്ങാണ്. മീൻസ് തബല പഠിച്ചത് നമുക്ക് എല്ലാം അവൈലബിൾ ആണ് നമുക്കിപ്പോൾ. അപ്പൊ ഇത്രയും നേരം നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് അച്ഛൻ്റെ വിശേഷങ്ങൾ നല്ലൊരു പാട്ടൊക്കെ നമുക്ക് പാടിത്തന്ന് ഒരുപാട് നന്ദി.